നിങ്ങളോടൊപ്പം സഹീറാണ്. ഈ ഒരു പുലർക്കാല വേളയിൽ നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ കരുതി വന്നതാണ്. ആക്ച്വലി ഞാൻ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നപ്പോൾ കുറച്ച് സമയമുണ്ട്. അപ്പോൾ മെക്ഡൊണാൾഡിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ നിങ്ങളോടൊപ്പം കുറച്ച് സമയം കൂടെ ചേരാം എന്ന് കരുതി അങ്ങനെ വന്നതാണ്. അപ്പോൾ ആരൊക്കെയാണുള്ളത്? സുഹൃത്തുക്കൾ ആരൊക്കെയാണ് ഉള്ളത്? കുറച്ചു നേരം നമുക്കിങ്ങനെ ഒന്നിച്ചിരിക്കാം. ഈ സമയമായതുകൊണ്ട് ആരൊക്കെ ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കാം. എൻ്റെ ശബ്ദം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ എവരിബഡി. നമ്മൾ വിഷ്വൽ സ്റ്റോക്ക് മീഡിയയിൽ നിന്ന് ഞാൻ സഹീർ നിങ്ങളോടൊപ്പം കൂടെ ചേരുകയാണ്. നമ്മളോടൊപ്പം കൂടെ ചേരാൻ പറ്റിയ നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഓടി വന്നു ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു നമുക്ക് കുറച്ച് സമയം, ഇപ്പം 3:30, നാട്ടിൽ 5 മണി 5:15 കാണും. ഇവിടെ 3:45. ഞാൻ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ വന്നപ്പോൾ ഹായ്, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? someone watching my live? I don't know who's watching. Just a hi and comment. Just send a comment and like my video. Hello, how are you, brother? എന്തുണ്ട് വിശേഷം? സുഖമാണെന്ന് കരുതുന്നു. വെൽക്കം ടു മൈ ചാനൽ, വെൽക്കം ടു മൈ ലൈവ് വീഡിയോ. Let me know who's watching and just send one comment to live. ഹായ്, ഗുഡ് മോർണിംഗ് എവരിബഡി, ഗുഡ് മോർണിംഗ്. സുഹൃത്തുക്കൾ ആരൊക്കെയോ വന്നു പോകുന്നുണ്ട്, ആരാണെന്ന് അറിയുന്നില്ല. ജസ്റ്റ് ലൈക്ക് ആൻഡ് കമന്റ് ടു മീ. വി വിൽ ചാറ്റ് സംതിങ്. ഓക്കെ, ഹലോ ബ്രദേഴ്സ്, സുഖമാണെന്ന് കരുതുന്നു. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ നമ്മളെ സോഷ്യൽ മീഡിയ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ഞാനൊരു കോട്ട് കണ്ടു. നമ്മളെ രത്തൻ ടാറ്റയുടെ ഒരു കോട്ട് കണ്ടു. പുള്ളി ഒരു സ്ഥലത്ത് പണ്ട് വെൽക്കം ബാക്ക് എല്ലാവർക്കും നല്ലൊരു ശുഭദിനത്തിലേക്ക് സ്വാഗതം. ആരൊക്കെയോ നമ്മളെ ലവ് തന്ന് സഹായിക്കുന്നുണ്ട്, നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആരും ലൈക്ക് ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. അപ്പോൾ ഞാനിന്ന് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്. ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി, വെൽക്കം ടു മൈ ചാനൽ വിഷ്വൽ സ്റ്റോക്ക് മീഡിയ. നിങ്ങളോടൊപ്പം ഞാൻ സഹീറാണ്. നമ്മുടെ മോർണിംഗ് ലൈവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി ഒരു പുലർക്കാല ലൈവിലാണ് ഞാൻ വന്നിരിക്കുന്നത്. പുലർക്കാലം എന്ന് പറയുമ്പോൾ വളരെ വളരെ പുലർക്കാലമാണ്. ഇപ്പം 3:49 ഇവിടെ UAE ടൈം. ഞാൻ ഒരു ആവശ്യാർത്ഥം ഇങ്ങനെ പുറത്ത് വന്നപ്പോൾ കുറച്ച് സമയമുണ്ട്. അപ്പം മെക്ഡൊണാൾഡിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചേർന്നിരിക്കാമെന്ന് കരുതി വന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം കൂടെ ചേരാം, കുറച്ച് നേരം കഥ പറയാം. കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. ഞാനൊരു അറൗണ്ട് 4:30 വരെ ഞാൻ ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകും. 3:30-4 മണി വരെ മാക്സിമം കേട്ടോ. കുറച്ച് സുഹൃത്തുക്കൾ നമ്മളെ കാണുന്നവരുണ്ട്. ഒരു ഹായ് പറയൂ സുഹൃത്തെ, ജസ്റ്റ് കമന്റ് ചെയ്യൂ, ഒരു ഹായ് കമന്റ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ജസ്റ്റ് സോഷ്യൽ മീഡിയ മറ്റേ നമ്മുടെ എന്താണ് ഇൻസ്റ്റ ഒന്നിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഞാനൊരു സ്റ്റോറി കണ്ടു. ഒരു ജസ്റ്റ് രത്തൻ ടാറ്റയെ കുറിച്ചുള്ളൊരു ഇതാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ വ്യവസായിയിൽ ഒരാളാണ് നമ്മുടെ രത്തൻ ടാറ്റ. അപ്പോൾ പുള്ളി ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് മുന്നേ ജർമ്മനിയിൽ ഒരു യാത്ര പോയിരുന്ന സമയത്ത് അവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡെല്ലാം ഓർഡർ ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പുറത്തെ ടേബിളിലൊക്കെ 1-2 പേരുകളുണ്ട്. ഒരുപാട് അങ്ങനെ കുറച്ച് ആൾക്കാർ കുറവുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഞാനത് വായിച്ചതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. എൻ്റെ അനുഭവമല്ല.